അങ്ങനെ കാണാം. സയ്യിദുനാ റസൂലുള്ളാഹി തങ്ങൾ പറയാണ്, നാളെ പരലോകത്ത് വെച്ച് വിശ്വാസികൾ പറയും പരസ്പരം, എടാ എനിക്കൊരു കൂട്ടുകാരനുണ്ടായിരുന്നു, അയാള് ഞാൻ നല്ല നിലയിൽ ജീവിക്കുമ്പം അയാൾ എന്നെ പരിഹസിച്ചിരുന്ന ആളാ. ഞാൻ നിസ്കരിക്കുമ്പോ പരിഹസിക്കും, ഞാൻ തലമറക്കുമ്പോ പരിഹസിക്കും, ഞാൻ ദീനീ ചുറ്റുപാടിൽ ജീവിക്കുമ്പോ അയാൾ എന്നെ കൊഞ്ഞനം കുത്തി. ഇങ്ങനെ ഒരു കൂട്ടുകാരൻ സത്യമായിട്ടും എനിക്കുണ്ടായിരുന്നു. നിങ്ങൾ വരുന്നോ? ഞാൻ റബ്ബിനോട് അയാൾ എവിടെയാണ് നരകത്തിലുള്ളത് എന്നൊന്ന് ചോദിച്ചു നോക്കട്ടെ. അയാൾ ഇരിക്കുന്ന സീറ്റ് എനിക്കൊന്ന് കാണാൻ ആഗ്രഹമുണ്ട്. അവന്റെ ഇപ്പോഴത്തെ ഹാൽ എന്താണെന്നൊന്ന് കാണാൻ ആഗ്രഹമുണ്ട്. സൂറത്തു സഫാത്തിയിൽ പറയുന്നു, ഖാല ഖായിലും മിൻഹും ഇന്നി കാന ലീ ഖരീൻ. വിശ്വാസികൾ സ്വർഗത്തിലിരുന്ന് പരസ്പരം ചാരുമഞ്ചങ്ങളിലിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നോക്കി അവർ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ പറയും, അവരിൽ ഒരാൾ പറയും ഖാല ഖായിലും മിൻഹും, അവരിൽ ഒരാൾ പറയും ഇന്നി കാന ലീ ഖരീൻ, തീർച്ചയായും എനിക്ക് ദുന്യാവിൽ ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു, എന്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. ഇന്നി കാന ലീ ഖരീൻ, എന്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. ആ ഫ്രണ്ടിന്റെ സ്വഭാവം എന്താ? യഖൂലു, അവൻ എപ്പോഴും ചോദിക്കും ഇന്നക ലമിനൽ മുസദ്ദിഖീൻ. എടുത്തു നോക്കൂ, സൂറത്തു സഫാത്തിയിലുള്ളതാണ്. സൂറത്തു സഫാത്തി 51, 52, 53 ആയത്തുകൾ നോക്കിയാൽ കാണും. അവൻ എപ്പോഴും എന്നോട് ഇങ്ങനെ ചോദിക്കും, ഇന്നക ലമിനൽ മുസദ്ദിഖീൻ, അല്ല ഇതാ പോയത്തക്കാരെ കൂട്ടത്തിൽ പെട്ടവനാണോ? സ്വർഗമുണ്ട് നരകമുണ്ട് എന്നൊക്കെ വിശ്വസിക്കുന്നവനാണോ? അതിനാണോ നീ നിസ്കരിക്കുന്നത്? അതിനാണോ നീ ദുനിയാവിലെ സുഖങ്ങളൊക്കെ വേണ്ട എന്ന് വെച്ചത്? സങ്കല്പങ്ങളെ മുൻനിർത്തി യാഥാർത്ഥ്യങ്ങളെ നീ നിഷേധിക്കുകയാണോ മോനെ? യഖൂലു ഇന്നക ലമിനൽ മുസദ്ദിഖീൻ, നീ വിശ്വാസികളുടെ കൂട്ടത്തിലാണോ? നീ ആ അദൃശ്യ കാര്യങ്ങളൊക്കെ വിശ്വസിക്കുന്നവരുടെ കൂട്ടത്തിലാണോ? മുഹമ്മദ് നബിയെ വിശ്വസിക്കുന്നവരുടെ കൂട്ടത്തിലാണോ എന്ന് അവൻ എന്നോട് പലപ്പോഴും ചോദിക്കാറുണ്ടായിരുന്നു. ശരിക്കും യുക്തിവാദികളുടെ ചോദ്യം. നമ്മൾ മരിച്ച് മണ്ണായി അസ്ഥി പഞ്ചരങ്ങളായി മാറിയാൽ പിന്നെയും നമ്മുടെ കർമ്മഫലങ്ങൾക്കനുസരിച്ച് ശിക്ഷാരക്ഷകൾ കിട്ടും നമുക്കെന്നാണോ നീ വിശ്വസിക്കുന്നത്? അതാണോ